ഹരേ കൃഷ്ണ. ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെയധികം ഏറ്റവും കൂടുതൽ ആകർഷണീയനായത് എന്തുകൊണ്ടാണ്? ആരാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ? ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എപ്രകാരം അതിന് ഉത്തരം നൽകാം? അതായത് പരമ്പൊരുളായിട്ടുള്ള പരമാത്മാവാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സർവാത്മന ആകർഷണീയൻ എന്നതാണ്. ഒരാൾ എപ്രകാരമാണ് സർവാത്മന ആകർഷണീയനാകുന്നത്? ഒന്നാമതായി, വളരെയധികം സമ്പത്തുള്ള ഒരു വ്യക്തിയോട് നമുക്ക് വളരെയധികം താല്പര്യം ഉണ്ടാകും. അതുപോലെ തന്നെ വളരെയധികം ശക്തിമാനായ ഒരാളോടും നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യവും ആകർഷണവും ഉണ്ടാകുന്നതാണ്. സൗന്ദര്യമുള്ള ഒരു വ്യക്തിയോട് താല്പര്യം തോന്നുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വളരെയധികം ജ്ഞാനം നേടിയ ഒരാളോടും, അതുപോലെ ഭൗതികമായ ഒന്നിനോടുമുള്ള ഒരു ആസക്തി ഇല്ലാത്ത വൈരാഗിയായിട്ടുള്ള ഒരാളോടും നമുക്ക് ഒരു പ്രത്യേക തരം താല്പര്യം ജനിക്കാം. എന്നാൽ സമ്പത്ത്, ശക്തി, ജ്ഞാനം, വൈരാഗ്യം, യശസ്, സൗന്ദര്യം എന്നീ 6 കാര്യങ്ങൾ സീമാതീതമായിട്ട് ആർക്കാണോ ഉള്ളത് ആ വ്യക്തിയാണ് എല്ലാവരാലും ആകർഷണീയനായത്. അതായത് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഭഗവാൻ എന്ന് നമുക്ക് വിളിക്കാമെന്ന് വ്യാസദേവന്റെ അച്ഛനായിട്ടുള്ള പരാശര മുനി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം ഭഗവാനെ പറ്റി എപ്രകാരമാണ് നിർവചിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്യ ശ്രിയ ജ്ഞാന വൈരാഗ്യോശ്ചൈവ ശന്നം ഭഗ ഇതിൻ ഗണ. നിരവധി സമ്പത്തുള്ള ആൾക്കാരെ നാം പരിചയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സുന്ദരന്മാരെയും സുന്ദരികളെയും പ്രശസ്തന്മാരെയും ശക്തിയുള്ളവരെയും ജ്ഞാനമുള്ളവരെയും ഭൗതിക നേട്ടങ്ങളിൽ എല്ലാത്തിൽ നിന്നും വിരക്തി നേടിയവരെയും നാം പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മാനവ ചരിത്രത്തിൽ തന്നെ ഭഗവാൻ കൃഷ്ണനെ പോലെ സമ്പത്തും ജ്ഞാനവും ശക്തിയും സൗന്ദര്യവും വൈരാഗ്യവും എല്ലാം സീമാതീതമായിട്ട് ഉള്ള വേറൊരു വ്യക്തിയെ നമുക്ക് ഒട്ടും പരിചയമില്ല താനും. ഭഗവാൻ സമ്പത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഭഗവാൻ ലക്ഷ്മിപതിയാണ്. അതുപോലെ തന്നെ ജ്ഞാനത്തിന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. 15-ാമത്തെ അധ്യായത്തില് ഭഗവത്ഗീതയില് 15-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതി ജ്ഞാനം അബോഹനം ച വേദേശ്ച സർവേദ് അഹമേവ വേദ്യോ വേദാന്തകൃത് വേദ വിദേവ ചാഹം. ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തില് പരമാത്മാവായിട്ട് കുടികൊള്ളുന്നു. സ്മൃതിയും മറവിയും ജ്ഞാനവും എല്ലാം ഭഗവാനിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. വീണ്ടും ശക്തിയുടെ കാര്യത്തിൽ ഭഗവാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 1 മാസം പ്രായമുള്ളപ്പോഴാണ് ഭഗവാൻ പൂതന എന്ന രാക്ഷസിയെ കൊല്ലുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഒട്ടുമിക്ക രാക്ഷസന്മാരെയും കൊന്നിട്ടുണ്ട് അദ്ദേഹം. അതായത് ധേനുകാസുരനെ കൊന്നിട്ടുണ്ട്, ബകാസുരൻ, അകാസുരൻ, മുഷ്ടിക, ചാണൂരൻ. നമുക്ക് അങ്ങനെ ഭഗവാൻ കൊന്ന രാക്ഷസന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ എണ്ണമറ്റ രാക്ഷസന്മാരെ ഭഗവാന് കൊന്നിട്ടുണ്ട്. ഇനി ഭഗവാന്റെ സൗന്ദര്യം, ഭഗവാനെ മദനമോഹനം എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്. അതായത് കാമദേവനെ പോലും മോഹിപ്പിക്കുന്നത്ര സൗന്ദര്യമുള്ള ആളാണ് ഭഗവാൻ. പിന്നെ വൈരാഗ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു. എന്നാൽ ആ പ്രപഞ്ചത്തിൽ ഒന്നിനോടും ഭഗവാന് യാതൊരു ആസക്തിയും ഇല്ലതാനും. ഭഗവാൻ തന്റെ സ്ഥാനം പരമദിവ്യോത്തമ പുരുഷൻ എന്ന സ്ഥാനം മറന്നിട്ടാണ് അർജുനന്റെ തേരാളിയായിട്ട് അദ്ദേഹം വരുന്നത്. വീണ്ടും നമുക്ക് ഭഗവാന്റെ സമ്പത്ത് നമ്മൾ കണ്ടു, ശക്തി കണ്ടു, സൗന്ദര്യം കണ്ടു, വൈരാഗ്യം കണ്ടു, ജ്ഞാനം കണ്ടു. അപ്പം ഭഗവാൻ ഇതെല്ലാം സീമാതീതമായിട്ട് ഉള്ള ഒരാളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് ഭഗവാൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടെല്ലാം ഈ എല്ലാ കാര്യങ്ങളും പരിപൂർണമായ രീതിയിൽ ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെയധികം ആകർഷണീയനായിട്ട് ഉള്ളത്. ഹരേ കൃഷ്ണ.